കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിമ്പ പനയമ്പാടം അപകടം. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി കരിമ്പ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പ്രതീകാത്മകമായി കുന്നിടിക്കൽ പ്രതിഷേധത്തോടെ തുടങ്ങിയ പരിപാടിയിൽ ഈ മേഖലയിലെ റോഡപകടങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുക, മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുക, റോഡ് നവീകരണത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു. കച്ചേരിപ്പടിയിൽ നിന്നും തുടങ്ങിയ റാലി പനയമ്പാടത്ത് പൊതുയോഗത്തോടെ സമാപിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ.എം. ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ കുട്ടികളുടെ ഉൾപ്പെടെ ഇവിടെ നടന്നിട്ടുള്ള ഈ വലിയ ദുരന്തങ്ങൾക്ക് ഉത്തരവാദിത്വം അത് ആർക്കാണ് എന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ അധികാരങ്ങൾ ഉപയോഗിക്കേണ്ടത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന പ്രവർത്തനത്തിലാണ്. അല്ലാതെ എന്റെ വീടിന്റെ മുന്നിൽ കൂടി പോകുന്ന റോഡ് അത് താഴ്ത്താൻ പാടില്ല, അവിടെ മറ്റൊരു തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ പാടില്ല, ആ തരത്തിലൊന്നും ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി എന്റെ അധികാരം മറ്റു പലരെയും ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തുകൊണ്ട് അശാസ്ത്രീയമായ റോഡിനെ ശാസ്ത്രീയമാക്കുന്നത് തടയുന്നതല്ല ഒരു നാടിനോട് ചെയ്യേണ്ട പ്രവൃത്തി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ഈ വിഷയം യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടതാണ്. റോഡല്ല വിഷയം, റോഡിന്റെ നിർമ്മിതിയാണ് വിഷയം. ആ നിർമ്മാണം ശാസ്ത്രീയമല്ലാത്തതാണ് വിഷയം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റോഡിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള വാഹനങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാള് പറയുണ്ടായി, നമ്മൾ ഒരു കാരണവശാലും റോഡ് സൈഡിൽ കൂടെ നടക്കരുത്. കാരണം നമ്മൾ റോഡുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്താണ് വാഹനങ്ങൾ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും വികസിതമായ റോഡ് സംവിധാനങ്ങൾ, റോഡ് ശൃംഖല നമുക്ക് ആവശ്യമാണ്. താണാവ് മുതൽ നാട്ടുകൽ വരെയുള്ള റോഡ് നിർമ്മാണം നടത്തിയത് ഊരാളിങ്കലാണ്. അതിലെ അശാസ്ത്രീയതയാണ് ഈ അപകടങ്ങൾക്ക് കാരണമെന്ന് ബിജെപി ആരോപിച്ചു. ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് ബി.കെ. ചന്ദ്രകുമാർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി രവി അടിയത്ത്, മണ്ഡലം പ്രസിഡന്റ് പി. ജയരാജ്, ജയപ്രകാശ്, പി.വി. ഗോപാലകൃഷ്ണൻ, ബീന ചന്ദ്രകുമാർ, രാജു കാട്ടുമറ്റം എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.